ചോദിക്കടാ, ആരാന്ന് ചോദിക്കുക. ആരാടാ നീ? പോക്കറി സൈമൺ. ബിജു വേണ്ട. ഏത്തവനാണേലും വരാൻ പറ. വാടാ 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 വാടാ. കോളേജാണ്, പിള്ളേരാണ്, പ്രശ്നം ഉണ്ടാക്കിയപ്പോ വീട്ടിൽ കയറി. ബിജു ശാന്തമായിട്ട് ഡീൽ ചെയ്യണം. നീയാണ് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ റോക്കി. എടാ നീയാണപ്പാ നീ ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ. ആ പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധി നടത്തത്തില്ലല്ലേ? കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് ഐസ് വാട്ടർ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചുടും. കേട്ടോ? എന്ത് പോയി നോക്കിക്കോ. പോയി വണ്ടിയറാം, പോയി വണ്ടിയറാം. അവന്റെ ഒരു ഡൂക്ക് പഠിക്കാൻ നടക്കുന്ന ഓരോന്ന്. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാ മതി ബിജു ആരാന്ന്. നിർത്തി കത്തിക്ക് ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടയും മുടി പണിയിട്ടാൽ എൻ പേശി ഞാനേ കേൾക്ക മാട്ടേ. മനസ്സിലാടാ പട്ടികളെ. വേണ്ട വേണ്ടെന്ന് വെക്കരുത്, ഒരു തലയിൽ കയറി തോന്നുന്നു. വണ്ടിയറാ. ഓ ഭാഗ്യം, ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എടാ എൻ്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കാണോ? പറ്റിക്കാണും, പറ്റിക്കാണണമല്ലോ. അല്ല നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ പോക്കറി സൈമൺ? അതെ. ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായിപ്പോയി ബിജു, മോശമായിപ്പോയി. എടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? ആ എനിക്ക് വിഷമമായി. ഈ സീ ആൻഡ് ഷിപ്പ്, കടൽ ആൻഡ് കപ്പൽ, ഇത് രണ്ടുമാണ് എന്റെ വീക്ക്നെസ്. ഓഹോ. ഒരിക്കൽ സെയിന്റ് ലൂസിയയുടെ പിൻഭാഗം മെറീന ട്രെഞ്ചിൽ പെട്ടുപോയി. സെന്റ് ലൂസ്? സെയിന്റ് ലൂസ് അല്ല, ലൂസിയ, സെയിന്റ് ലൂസിയ. ഷിപ്പ്, കപ്പലിന്റെ പേര്, ഷിപ്പിന്റെ പേര്. പറയുന്നത് കേൾക്ക് ദീപ. ഇങ്ങനൊരു കാര്യം എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ചായ കൊണ്ട് കൊടുത്തേ. എനിക്ക് പറ്റത്തില്ല. നിന്നോട് ഇപ്പൊ കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ. ചായ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്നേ. This is Sridevi, my better half. Thank you. Drink your tea, drink your tea. Hey, Rowdy, Rowdy. Rowdy, my pet. Rowdy. കടിക്കില്ല. പെൺകുട്ടി ഇതാ ആൺപട്ടിയാടാ. അതല്ല, പെൺകുട്ടിയുടെ. ഓ അല്ല മോള്. Hey, come here boy. പട്ടിയല്ല. Rowdy. അല്ല മോള്. അല്ല മോള്. ദീപ, ദീപ. ദാ മോളാകെ വേർത്ത് കുളിച്ചല്ലോ. ടെൻഷനൊന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല, ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ്. മോൾ എവിടെ പഠിച്ചേ? ഓൾ സെയിൻസ്. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ എൻ്റെ ബാറ്റിംഗ് പോകും. എന്നെ കാണാൻ ഒരു പയ്യൻ വന്നു. വീട്ടുകാരെൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അവനോട് പോയി പണി നോക്കാൻ ഞാൻ പറയും. ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. അതിന് അവിടെ പുലിയുടെ മടയിൽ പോയി കൊല്ലണം. അതാ കാടിന്റെ നിയമം.
പുലി ഇപ്പം വരൂ. എടാ പുലി ഇപ്പം വരും കാണാൻ. പുലി വന്ന് പേമാട് നാരങ്ങ ഉണ്ടാടി. പേമാർക്ക് നാരങ്ങളും പേടി. എനിക്കിടെല്ലാങ്ങളും ഏത് സമയം ഇവിടെ വന്നിങ്ങനെ ഇരുന്നോളും. വീട്ടിൽ പോയിരുന്നു എല്ലാം പഠിച്ചേ ചെല്ല്. നിന്റെ അമ്മയോട് പറഞ്ഞു ചേച്ചി കണ്ടിട്ട് പോയാ പോരെ. കണ്ടിട്ട് പോയാ പോരെ. എണീക്കടാ. ഈ ചേച്ചി ചേച്ചി പറഞ്ഞു പൊടി. ചെല്ലാൻ. ഓക്കെ വൈകുന്നേരം ജംഗ്ഷനിൽ കാണാം കേട്ടാ. കാണാളിയാ. ചേട്ടൻ നമുക്ക് ചാറ്റ് കൊടുക്കും. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? എന്ത് ഏത് നേരം ഉച്ച കഴിഞ്ഞ് വണ്ടി ഓടാൻ പോകാന്ന് വിചാരിച്ചാലും മോളെ. ഇനിയിപ്പോ ഞാൻ പോകില്ല. ഉള്ള മൂടും കളഞ്ഞവള്. നഷ്ട ജീവിതം. നശിച്ച ജീവിതം. സീരി ഡയലോഗാണല്ലോ. ഇത്തിരി വെള്ളം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല അല്ലേ? ജയമളെ പൈപ്പി വെള്ളമില്ലായിരുന്നു. പിന്നെ എങ്ങനെ എടുത്ത് ചെയ്യും? പൊടി. അല്ല നിനക്കിപ്പം തന്നെ പ്രശ്നം. നീ പറഞ്ഞ മുമ്പ് പടം ഇട്ട് അത്രേ ഉള്ളൂ. ബാ നമുക്ക് ഒരുമിച്ച് വന്ന് കാണാം. ബാ. കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടില്ല ടി വി കാണിക്കരുന്ന്. പിന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? എന്നോട് പറഞ്ഞില്ല ടി വി കണ്ടിരുന്ന. പൊട്ടക്കണ്ണി ആവട്ടെ അപ്പം പൊക്കിക്കൊണ്ട് നടന്നോളൂല്ലോ. മോളകത്തു ജയമളെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞു കൊച്ചു നിൽക്കുന്ന ആവശ്യമില്ല കാര്യം സംസാരിക്കരുത്. പിന്നെ ഞാൻ എന്തോ വേണം? രാവിലെ വണ്ടി ഓടാൻ പോയാൽ മതി. എന്താ മോളെ? അപ്പം സിഗരറ്റ് വലിച്ചോ? അപ്പൊ സിഗരറ്റ് വലിച്ചില്ല. ഞാൻ കണ്ടല്ലോ. ഇല്ലടി തക്കുടു. അപ്പൊ സിഗരറ്റ് വലിച്ചില്ല. എന്താ എന്തു പറ്റി? കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ മോൾക്കൊന്നും കാണാൻ പറ്റാതാവോ അപ്പാ? ഇല്ല മോളുടെ അമ്മയ്ക്ക് വട്ട. അവള് ചുമ്മാ അറിഞ്ഞതാ. ചിന്നുവിന്റെ അമ്മ പറയുന്ന കേട്ടല്ലോ. അവര് മോളെ പറ്റിക്കാൻ പറയുന്ന മോളെ. അപ്പാ കണ്ണിന് ഓപ്പറേഷന് മുന്നേ എനിക്ക് വിജയനെ ഒന്ന് കാണാൻ പറ്റുമോ അപ്പാ? പറ്റും. അപ്പം കൊണ്ട് കാണിച്ചില്ല വിജയണ്ണനെ. കേട്ടാ വിഷമിക്കല്ലേ കേട്ടാ. നോട്ടൊന്നും പോയില്ലടേ. ഇല്ലടാ പോവാൻ പോടാ. ജെനിഫർ വാ പോ. പോയി ഡാൻസ് കളിച്ചിട്ട് കേട്ടാ. ഉടുപ്പൊക്കെ നേരിട്ട് അപ്പൊ ഒരു ഉമ്മ തന്നെ. അയ്യോ പല്ലേച്ചാ എനിക്ക് മാമ ഐസ്ക്രീം വാങ്ങിച്ചു. മോളോടിക്ക് മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോടാ. നീ പറയണോടെ. എനിക്ക് വരുമ്പോ രണ്ടൊരു പാലും കൂടെ വാങ്ങിച്ചോ. ജയമോളിവിടെ മുട്ടൻ കലിപ്പില്ല. അതിനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിലില്ല. എനിക്ക് ഒരു പേരെങ്കിലും വാങ്ങിച്ചോ. ആടേ അതിൽ 5 പൈസ ഇല്ല. പോയിട്ട് മക്കളെ പോയി നല്ല നൃത്തമായിട്ട് വാ. എന്നിട്ട് അമ്മയ്ക്ക് നൃത്തം പഠിപ്പിച്ചോളൂ. പോ. What do you want? അല്ല ഡാൻസ് ക്ലാസ്. ഇവിടെ ആട്ടമെല്ലാം നിർത്തി. ഫിനിഷ്ഡ്. ഒരൊറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല ഞാൻ എടാ എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ എവർ. അണ്ടർസ്റ്റാൻഡ്? സാറേ എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റും.